Like the video, subscribe to the channel and press the bell icon for latest video updates. നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെ കുറിച്ചിട്ടാണ്. ഈ ഒന്നാം ഭാഗത്തിൽ തൈക്കാട് അയ്യാസ്വാമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരള നവോത്ഥാനം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടോട് കൂടി തുടങ്ങിയ ഒരു നവോത്ഥാന പ്രസ്ഥാനം, അതായത് കേരള സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള നവോത്ഥാന പ്രസ്ഥാനം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകർ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ആ പരീക്ഷയുടെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എങ്ങനെ കേരള നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാം. ഇതൊരു വലിയ സീരീസ് ആണ്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടും. അതിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒന്നാം ഭാഗത്തിൽ പറയുന്നത് തൈക്കാട് അയ്യാസ്വാമിയെ കുറിച്ചിട്ടാണ്. തൈക്കാട് അയ്യാസ്വാമി എന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടത്തിൽ കേരളം കണ്ട ആദ്യ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശിവരാജയോഗി തൈക്കാട് അയ്യ സ്വാമികൾ, അഥവാ തൈക്കാട് അയ്യാസ്വാമി എന്നറിയപ്പെടുന്നത്. അതായത് കേരളത്തിലെ സമൂഹത്തിൽ അന്ന് ജാതി വ്യവസ്ഥകൾ വളരെ വ്യാപകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പന്തിഭോജനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയ തൈക്കാട് അയ്യാസ്വാമി വളരെ വലിയ മഹനീയമായ ഒരു സാമൂഹിക പരിഷ്കർത്താവ് തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ധാരാളം ശിക്ഷൻ ഗണങ്ങളും ഉണ്ടായിരുന്നു. അവയെക്കുറിച്ചെല്ലാം നമുക്ക് ഈ ക്ലാസ്സുകളിൽ തന്നെ പറയാം. അയ്യാവു സ്വാമികൾ 1814 നഗാലപുരം, അതായത് തമിഴ്നാട്ടിലുള്ള നഗാലപുരം എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് സുബരായൻ എന്നായിരുന്നു. അതായത് മാതാപിതാക്കൾ നൽകിയ പേര് സുബരായർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മുത്തുകുമാരനും രുക്മിണി അമ്മാളുമായിരുന്നു. അദ്ദേഹത്തിന് 12 വയസ്സുള്ള സമയത്ത് ഈ സുബരായൻ എന്ന അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രീ സച്ചിദാനന്ദ സ്വാമികളും ശ്രീ ചിട്ടി പരദേശിയും, അദ്ദേഹത്തിന്റെ 2 ആത്മീയ ഗുരുക്കന്മാരാണ് ശ്രീ സച്ചിദാനന്ദ സ്വാമികളും ശ്രീ ചിട്ടി പരദേശിയും, അദ്ദേഹത്തെ കാണുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അദ്ദേഹത്തിന് ആംഗലവും അല്ലെങ്കിൽ ഇംഗ്ലീഷും തമിഴും വളരെയധികം പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇനി അയ്യാസ്വാമി ജീവിത പ്രവർത്തിക്കായിട്ട് പല തൊഴിലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളപ്പട്ടാളക്കാർക്ക് സാധനങ്ങൾ നൽകുന്ന സപ്ലയർ മുതൽ അദ്ദേഹം ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ റെസിഡൻസി സൂപ്രണ്ടായിരുന്നു. ഈ റെസിഡൻസി സൂപ്രണ്ടായി ദീർഘകാലം ഈ തൈക്കാട് അദ്ദേഹം താമസിച്ചിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തെ വളരെ കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ആ കാലം തൊട്ട് അദ്ദേഹത്തെ എല്ലാവരും തൈക്കാട് അയ്യ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തൈക്കാട് അയ്യ എന്നറിയപ്പെടാൻ കാരണം ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ റെസിഡൻസി സൂപ്രണ്ടായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞല്ലോ, തമിഴിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ആംഗല ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ തൈക്കാട് വെച്ച് തൈപ്പൂയ സദ്യക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം പുലയർ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെ ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് പന്തി ഭോജനം, അതായത് അയിത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട് അയിത്തം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് അയിത്തോച്ചാടനത്തിന് വേണ്ടിയിട്ടാണ് പന്തി ഭോജനം. ഇത് വളരെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പന്തി ഭോജനം നടത്തിയത് ആരായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് തൈക്കാട് അയ്യാസ്വാമി എന്ന് പറയാം. ഈ തൈക്കാട് അയ്യാസ്വാമികളായിരുന്നു പന്തിഭോജനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സവർണർ വളരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നത് പാണ്ടിപ്പറയൻ എന്ന് വിളിച്ചിട്ടാണ്. പാണ്ടിപ്പറയൻ എന്ന പേര് ഇതും പരീക്ഷയ്ക്ക് വളരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാണ്ടിപ്പറയൻ എന്ന് വിളിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കുന്ന സമയത്ത് തൈക്കാട് അയ്യ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം. അപ്പോൾ പന്തിഭോജനവും പാണ്ടിപ്പറയനും ഇത് വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡുകളാണ്. ഇത് അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലെങ്കിൽ വർക്ക്സ് ഏതൊക്കെയാണ്? ഇനി അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്ന് പറയുന്നത് ഭക്തി, ജ്ഞാനം, യോഗ എന്നിവയെക്കുറിച്ചുള്ള സാൻസ്ക്രിറ്റ്, തമിഴ്, മലയാളം എന്നിവയിൽ അദ്ദേഹം ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ബ്രഹ്മോത്തര കാണ്ഡം, 2 പഴനി വൈഭവം, 3 രാമായണം പാട്ട്, 4 ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ, കുമാരക്കോവിൽ കുറവൻ, ഉള്ളൂരമർന്ന ഗുഹൻ,
രാമായണം സുന്ദരകാന്ഡം, ഹനുമാൻ പാമലൈ, എൻ്റെ കാശി യാത്ര. ഇതെല്ലാമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹം സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും കൃതികൾ എഴുതിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പം നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ, കുമാരൻ കോവിൽ കുറവൻ, ഉള്ളൂരമർന്ന ഗുഹൻ, രാമായണം സുന്ദരകാന്ഡം, ഹനുമാൻ പാമലെ, എൻ്റെ കാശിയാത്ര. ഇതിനെക്കുറിച്ചുള്ള വിശദമായ നോട്ടുകൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് PDF രൂപത്തിൽ നൽകുന്നതാണ്. അതിനെക്കുറിച്ചൊരു ടെൻഷൻ അടിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന്റെ അയ്യാവിന്റെ തമിഴ് താളിയോല ഗ്രന്ഥം നോക്കിയാണ് ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം തയ്യാറാക്കിയത്. ഇനി അദ്ദേഹത്തിന് 51 ശിഷ്യന്മാരുണ്ടായിരുന്നു. പ്രധാനമായ 51 ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു എന്ന് പറയാം. ആദ്യം അവരുടെ പേരുകളെല്ലാം പറയാം. അതിനുശേഷം അവരെ കാറ്റഗറി തിരിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കാൻ വളരെ ഗുണകരമായിരിക്കും. ഒന്ന് സ്വാതി തിരുനാൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കൊല്ലത്ത് അമ്മ, അയ്യങ്കാളി, കേരളവർമ്മ കൊയ്ത്തമ്പുരാൻ, പേഷ്കാർ മീനാക്ഷി അയ്യർ, ചാല സൂര്യനാരായണ അയ്യർ, ചാല അറുമുഖ വാദ്യാർ, ചാല മാണിക്യവാചാർ, കുമാരസ്വാമി വാദ്യാർ, മുത്തുകുമാര സ്വാമിപിള്ള, പേഷ്കാർ പെരിയപ്പെരുമാൾ പിള്ള, അപ്പാവു വക്കീൽ, തൈക്കാട് ചിദംബരം പിള്ള, കൊട്ടാരം ഡോക്ടർ കൃഷ്ണപിള്ള, കമ്പൗണ്ടർ പത്മനാഭപിള്ള, അയ്യപ്പൻ പിള്ള, വാദ്യാർ തോട്ടത്തിൽ രാമൻ കണിയാർ, കൽപ്പട കണിയാർ, മണക്കാട് ഭവാനി, പേട്ട ഫെർണാണ്ടസ്, തക്കല പീർ മുഹമ്മദ്, ശങ്കരലിംഗം പിള്ള, വെയിലൂർ രായസം മാധവൻ പിള്ള, ഭഗവതി ഈശ്വർ, കേശവ അയ്യർ, ആനവാൽ ശങ്കരനാരായണ അയ്യർ, അക്കൗണ്ട് ഓഫീസർ സുന്ദരം അയ്യങ്കാർ, ഹെഡ് ഡ്രാഫ്റ്റ്മാൻ പാർത്ഥസാരഥി നായിഡു, നന്ദങ്കോട് കൃഷ്ണപിള്ള, കരമന സുബ്രഹ്മണ്യ അയ്യർ, കരമന പത്മനാഭം പോറ്റി, കരമന ഹരിഹര അയ്യർ, വാമനപുരം നാരായണൻ പോറ്റി, വഞ്ചിയൂർ ബാലന്ദൻ, കിഴക്കൂട്ടം നാരായണൻ പോറ്റി, പാറശാല മാധവൻ പിള്ള, തിരുവാതിര നാൾ അമ്മത്തമ്പുരാൻ, മണക്കാട് നല്ല പെരുമാൾ കേൾവി കണക്കുപിള്ള, പേശും പെരുമാൾ, വെളുത്തേരി കേശവൻ വൈദ്യർ. നമ്മൾ എല്ലാ പേരുകളും പഠിക്കേണ്ട, എല്ലാ പേരുകളും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എല്ലാ പേരുകളും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ഇവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വ്യത്യാസവും ഒന്നുമില്ലാതെ തന്നെ ശിക്ഷാഗണങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഈ തൈക്കാട് അയ്യയുടെ ശിക്ഷാഗണങ്ങൾ എന്ന് പറയുന്നത്. സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആൻഡ് റീഫോമേഴ്സ് ആയിട്ടുള്ള ഹിന്ദുക്കളിലെ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, സ്വയം പ്രകാശ യോഗിനി അമ്മ, കൊല്ലത്തമ്മ, ഇനി മുസ്ലിമായിരുന്ന മക്കാടിലമ്പ, തക്കാല പീർ മുഹമ്മദ്, ക്രിസ്ത്യനായിരുന്ന പേട്ട ഫെർണാണ്ടസ് എല്ലാം അദ്ദേഹത്തിന്റെ ശിക്ഷാഗണങ്ങളിൽ പെടുന്ന ആളുകളായിരുന്നു. ഇനി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള അയ്യങ്കാളി. ഇനി രാജാക്കന്മാരും ഉണ്ടായിരുന്നു. സ്വാതി തിരുനാൾ മഹാരാജ, മക് ഗ്രിഗർ, സൂര്യനാരായണ അയ്യർ, മുത്തുകുമാര സ്വാമി പിള്ളൈ, വയലൂർ രായസം മാധവൻ പിള്ളൈ, പെരിയ പെരുമാൾ പിള്ളൈ, സുന്ദരം അയ്യങ്കാർ അന്നത്തെ പേഷ്കാറായിരുന്നു. ഇവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷാഗണങ്ങളിൽ പെടുന്ന ആളുകളാണ്. ഇനി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. രാജാ രവിവർമ്മ, കേരളവർമ്മ കോയിത്തമ്പുരാൻ, AR രാജരാജവർമ്മ, പത്മനാഭ വൈദ്യർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്, അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ ശിക്ഷാഗണങ്ങളിൽ പെടുന്നവരായിരുന്നു. അതായത് രാജാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ അദ്ദേഹത്തിന്റെ ശിക്ഷാഗണത്തിൽ പെടുന്ന ആളുകളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനമായ ഒരു കഴിവെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇനി ഈ സ്വാമികളുടെ തൈക്കാട്ടെ വെള്ളാള ശ്മശാനത്തിൽ അവിടെ ഒരു ശിവശക്തി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹം സമാധിയായ സ്ഥലം തൈക്കാട്ടെ വെള്ളാള ശ്മശാനത്തിലാണ്. അപ്പൊ അവിടെ ഒരു ശിവക്ഷേത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. അത് 1943 അനിഴം നക്ഷത്രത്തിലാണ് ചിത്തിര തിരുനാൾ മഹാരാജാവാണ് പ്രതിഷ്ഠ നടത്തിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കേരള നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാം. പാർട്ട് 2-ൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക.
ഞങ്ങൾ അതിന് റിപ്ലൈ നൽകുന്നതാണ്. നിങ്ങൾക്ക് അത് നോട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ എല്ലാം നോട്ടുകൾ PDF രൂപത്തിൽ നിങ്ങൾക്ക് ഇതിന് അടുത്ത വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.